ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. മഹാത്രിപുരസുന്ദര്यै നമഃ. ശ്ലോകം 15. ശരജ്യോത്സ്നാശുദ്ധാം ശശിയുതജടാജൂട്ടമകുടാം വരത്രാസത്രാണസ്ഫടികഘടികാ പുസ്തകകരാം സകൃന്നത്വാ നത്വാ കഥമിവ സതാം സന്നിദധത്തെ മധുക്ഷീരദ്രാക്ഷാ മധുരി മധുരീണാ ഫണിതയഃ. ഈ ശ്ലോകത്തിൽ അമ്മയെ വാഗ്ദേവതയായ സരസ്വതി ദേവിയായാണ് വർണ്ണിച്ചിരിക്കുന്നത്. ഇവിടെ ദേവിയെ വീണാധാരിണിയായി അല്ല വർണ്ണിച്ചിരിക്കുന്നത് എന്നതാണ് ഒരേ ഒരു വ്യത്യാസം. ശരത് ജ്യോത്സ്ന ശുദ്ധാം ശശിയുത ജടാ ജൂട്ട മകുടാം. ശരത് ജ്യോത്സ്ന ശുദ്ധാം, അമ്മയുടെ മുഖം ശരത്കാലത്തിലെ പൂർണ്ണചന്ദ്രനെ പോലെ തിളക്കമാർന്നതാണ്. അമ്മ അതിസുന്ദരിയാണ്. അമ്മയുടെ ശാന്തമായ മുഖം ഒരു പൂർണ്ണചന്ദ്രന്റെ ശോഭ പോലെ ജ്വലിക്കുന്നതാണ്. ശശിയുത ജടാ ജൂട്ട മകുടാം, അമ്മ തന്റെ ജട ഒരു കിരീടത്തിനെ എന്ന പോലെ തന്റെ തലയിൽ അണിഞ്ഞിരിക്കുന്നു. അതിൽ ചന്ദ്രക്കലയും ചൂടിയിട്ടുണ്ട്. അമ്മയെ ശാരദ എന്ന് വിളിക്കുന്നു. സാരം എന്നാൽ അന്തസത്ത എന്നർത്ഥം. ദ എന്നാൽ പ്രദാനം ചെയ്യുന്നവൾ. വിദ്യയുടെ അന്തസത്ത, അതായത് വിദ്യാസാരം പകർന്നു കൊടുക്കുന്നതിനാലാണ് സരസ്വതി ദേവിയെ ശാരദ എന്ന് വിളിക്കുന്നത്. ഇവിടെ അമ്മയുടെ തലമുടി പിന്നി ഒരു ജടയായി ഇട്ടിരിക്കുന്നതായി പറഞ്ഞിരിക്കുന്നു. ഇത് സൂചിപ്പിക്കുന്നത് അമ്മ അലങ്കാരങ്ങളിൽ താല്പര്യം കാണിക്കുന്നില്ല എന്നതാണ്. കാരണം ഒരു നിമിഷം പോലും പാഴാക്കാതെ അമ്മ വിദ്യ പ്രദാനം ചെയ്യുന്നതിൽ മുഴുകിയിരിക്കുന്നു. ഒരു വിദ്യാർത്ഥിക്ക് വേണ്ട ഏറ്റവും വലിയ ഗുണവും ഇത് തന്നെയാണ്. ഏത് കാര്യവും നന്നായി ഗ്രഹിക്കണമെങ്കിൽ ശ്രദ്ധ വളരെ ആവശ്യമാണ്. ഒരു നിമിഷം പോലും പാഴാക്കാതെ, വേറെ ഒരു കാര്യങ്ങളിലും താല്പര്യം കാണിക്കാതെ പഠിക്കുന്ന കാര്യം മാത്രം ഗ്രഹിക്കുവാനുള്ള ശ്രദ്ധയും കഠിനാധ്വാനവുമാണ് ഒരു വിദ്യാർത്ഥിക്ക് വേണ്ട ഏറ്റവും വലിയ ഗുണം. അതാണ് ഇവിടെ അമ്മ അലങ്കാരങ്ങളിൽ താല്പര്യം കാണിക്കാതെ സ്വന്തം മുടി ഒരു ജടയായി പിന്നി തന്റെ ശിരസിൽ ഒരു കിരീടമായി ധരിച്ചിരിക്കുന്നു എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അമ്മ തന്റെ ശിരസിൽ ചന്ദ്രകല ചൂടിയിട്ടുണ്ട്. ചന്ദ്രൻ ശുഭകാര്യത്തെ സൂചിപ്പിക്കുന്നു. ഈ പ്രപഞ്ചത്തെ മുഴുവൻ രാത്രിയിൽ പ്രഭാപൂരിതമാക്കാൻ ചന്ദ്രന് സാധിക്കുന്നു. അലങ്കാരശാസ്ത്രം അനുസരിച്ച് ശ്രീ പരമേശ്വരൻ ചന്ദ്രനെ തന്റെ ശിരസിൽ ചൂടിയിരിക്കുന്നു. പാലാഴി മഥനം ചെയ്തപ്പോൾ പുറത്തേക്ക് വന്ന 2 വസ്തുക്കളാണ് ചന്ദ്രനും കാളകൂട വിഷവും. ഭഗവാൻ ചന്ദ്രനെ തന്റെ ശിരസിലും കാളകൂട വിഷത്തിനെ തന്റെ കണ്ഠത്തിലും ധരിച്ചു. ഭഗവാൻ എന്തുകൊണ്ടാണ് ചന്ദ്രനെ തന്റെ ശിരസിൽ ധരിച്ചത്? ചന്ദ്രൻ ശുഭകാരിയാണ്. ഒരു സാധനം നമ്മൾ തലയിൽ വയ്ക്കുമ്പോഴാണ് അത് എല്ലാവർക്കും നന്നായി കാണുവാൻ സാധിക്കുന്നത്. മറ്റുള്ളവരെ കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ നാം നമ്മുടെ തലയിലും, അവരെക്കുറിച്ചുള്ള ചീത്ത കാര്യങ്ങൾ നാം നമ്മുടെ തൊണ്ടയിലും സൂക്ഷിക്കണം എന്നാണ്. ഒരാളെക്കുറിച്ച് എന്തെങ്കിലും നല്ലത് കണ്ടാൽ പ്രശംസിക്കുകയും അതിനെക്കുറിച്ച് ധാരാളം സംസാരിക്കുകയും ചെയ്യുക. പക്ഷേ ഒരാളുടെ കുറവുകൾ അല്ലെങ്കിൽ ചീത്ത കാര്യങ്ങളെക്കുറിച്ച് ഒരിക്കലും ചർച്ച ചെയ്യാതിരിക്കുക. അത് നമ്മുടെ കണ്ഠത്തിൽ തന്നെ സൂക്ഷിക്കുക.
പുറത്തേക്ക് വരാൻ അനുവദിക്കരുത്. ഇവിടെ ചന്ദ്രൻ ഒരാളുടെ പ്രശംസനീയമായ കാര്യങ്ങളെക്കുറിച്ചും കാളകൂട വിഷം അയാളുടെ കുറവുകൾ അല്ലെങ്കിൽ ചീത്ത വശങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നു. വര, ത്രാസ, ത്രാണ, സ്ഫടിക, ഘടിക, പുസ്തക, കരാം. കരാം അമ്മയുടെ 4 കൈകളിൽ 2 കൈകൾ കൊണ്ട് അമ്മ വര, ത്രാസ, ത്രാണ അഭയ വരദ മുദ്രകൾ കാണിക്കുന്നു. ത്രാസത്രാണ എന്നാൽ ഭയത്തിൽ നിന്നുള്ള മോചനം, അതാണ് അഭയ മുദ്ര. അമ്മ 2 കൈകളിൽ ഒന്നിൽ വരദമുദ്രയും രണ്ടാമത്തെ കൈയിൽ അഭയമുദ്രയും ധരിച്ചിരിക്കുന്നു. മറ്റു 2 കൈകളിൽ ഒന്നിൽ സ്ഫടിക ഘടിക സ്ഫടികം കൊണ്ടുള്ള അക്ഷമാലയും 4ാമത്തെ കൈയിൽ അമ്മ പുസ്തകവും ധരിച്ചിരിക്കുന്നു. 4ാമത്തെ ശ്ലോകത്തിൽ അമ്മ അഭയവരദ മുദ്രകൾ കാണിക്കാറില്ല എന്ന് പറഞ്ഞിരുന്നു. കാരണം ആ ശ്ലോകത്തിൽ അമ്മയുടെ പാദങ്ങളുടെ ശക്തിയെക്കുറിച്ചായിരുന്നു വർണ്ണിച്ചിരുന്നത്. ഇവിടെ അമ്മയെ സരസ്വതി ദേവിയുടെ രൂപത്തിലാണ് വർണ്ണിച്ചിരിക്കുന്നത്. 2 ശ്ലോകങ്ങളിലും അമ്മയുടെ 2 രൂപങ്ങൾ വർണ്ണിച്ചിരിക്കുന്നതിനാലാണ് ഈ വ്യത്യാസം വന്നിരിക്കുന്നത്. അക്ഷമാല എന്നത് ആ മുതൽ ക്ഷ വരെയുള്ള സംസ്കൃത അക്ഷരങ്ങൾ കോർത്ത മാലയാണ്. സരസ്വതി ദേവി വാക്കിന്റെ ദേവതയാണ്. വാക്ക് എന്നാൽ ശബ്ദം. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി തന്നെ തുടങ്ങുന്നത് ശബ്ദത്തിൽ നിന്നാണ്. ശബ്ദം 4 തരത്തിലുണ്ട്. വൈഖരി, മധ്യമം, പശ്യന്തി, പര എന്നിവയാണ് ആ 4 തരങ്ങൾ. ഒരാൾ സംസാരിക്കുമ്പോൾ നമുക്ക് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിനെയാണ് വൈഖരി എന്ന് പറയുന്നത്. വൈഖരിയെ 2ആയി തിരിക്കാം. ധ്വനി എന്നും വർണ്ണം എന്നും. ധ്വനി എന്നാൽ നാദം, വർണ്ണം എന്നാൽ അക്ഷരം. ധ്വനിയും വർണ്ണവും കൂടിച്ചേരുമ്പോഴാണ് ശരിക്കും അത് ഒരു ശബ്ദമായി പുറത്തേക്ക് വരുന്നത്. ഇതിനെ നമ്മുടെ മനസ്സിന്റെ ക്രിയാശക്തി എന്ന് പറയുന്നു. ഒരു ക്രിയ കൊണ്ടുണ്ടാകുന്ന ഊർജം. നമ്മൾ സംസാരിക്കുമ്പോഴാണ് ശബ്ദം പുറത്തു വരുന്നത്. അത് ഒരു ക്രിയയാണ്. ആ ക്രിയ കൊണ്ട് ഉണ്ടാകുന്ന ഊർജം, അതാണ് ഇവിടെ ക്രിയാശക്തിയായി പറഞ്ഞിരിക്കുന്നത്. അടുത്ത 3 തരത്തിലുള്ള ശബ്ദങ്ങളും നമുക്ക് കേൾക്കാൻ കഴിയാത്തവയാണ്. 2ാമത്തെ ശബ്ദരൂപമാണ് മധ്യമം. ഇപ്പോൾ ഞാൻ അമ്മയെക്കുറിച്ച് ഇവിടെ വർണ്ണിക്കുന്ന സമയത്ത് നിങ്ങളുടെ എല്ലാം ഉള്ളിൽ അമ്മയെക്കുറിച്ചുള്ള ഒരു രൂപം ഉണ്ടായിട്ടുണ്ടാവും. അത് ഒരു ചിന്ത മാത്രമല്ല, നമ്മുടെ മനസ്സിന്റെ ഒരു തലത്തിൽ നിന്നും പുറത്തു വരുന്ന ഒരു ശബ്ദവുമാണ്. ഇതിനെയാണ് മധ്യമം എന്ന് പറയുന്നത്. ഇതിനെ ജ്ഞാനശക്തി എന്നും പറയുന്നു. അറിവിന്റെ അല്ലെങ്കിൽ ബുദ്ധിയുടെ ശക്തി. 3ാമത്തെ ശബ്ദരൂപമാണ് പശ്യന്തി. ഏതെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് ചിന്തിച്ചെടുക്കുവാനുള്ള നമ്മുടെ മനസ്സിന്റെ കഴിവാണ് പശ്യന്തി. പുറത്തുനിന്ന് യാതൊരു പ്രേരണയും ഇല്ലാതെ തന്നെ നാം ചിലപ്പോൾ അമ്മയെക്കുറിച്ചും അമ്മയുടെ രൂപത്തിനെക്കുറിച്ചും മനസ്സിൽ വിചാരിക്കാറുണ്ട്. നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ എപ്പോഴെങ്കിലും അമ്മയുടെ രൂപം തെളിഞ്ഞു വരാറുമുണ്ട്. അതാണ് പശ്യന്തി എന്ന ശബ്ദത്തിന്റെ തലം. ഇതാണ് ഇച്ഛാശക്തി, ആഗ്രഹിക്കുവാൻ അല്ലെങ്കിൽ ഇച്ഛിക്കുവാനുള്ള മനസ്സിന്റെ ശക്തി. അമ്മയുടെ രൂപം എന്ന് ഞാൻ ഇവിടെ ഒരു ഉദാഹരണമായി പറഞ്ഞതാണ്. ഏത് വസ്തുവിനെയോ വ്യക്തിയെയോ സ്ഥലത്തിനെയോ ഉദാഹരണമായി എടുക്കാവുന്നതാണ്. ഇനി 4ാമത്തെ ശബ്ദരൂപമാണ് പര. ഇത് ജഗത് ജനനിയായ ശ്രീ ജഗദംബയുടെ തന്നെ ശബ്ദമാണ്. പര എന്നാൽ അപ്പുറം എന്നർത്ഥം. എല്ലാ വസ്തുക്കൾക്കും എല്ലാത്തിനും അപ്പുറമായിട്ടുള്ളത്, അതാണ്
പര. ഈ ശബ്ദം ഏറ്റവും കൂടിയ ഫ്രീക്വൻസിയിലാണ് ഉള്ളത്. ഈ ശബ്ദം സാധാരണക്കാരായ നമ്മുടെ കാതുകൾക്ക് ശ്രവിക്കുവാൻ കഴിയുകയില്ല. ഇതിനെ അംബികാ ശക്തി എന്ന് പറയുന്നു. ആദി പരാശക്തിയുടെ ജഗത് ജനനിയുടെ തന്നെ ശബ്ദമാണ് ഇത്. ശബ്ദരൂപമായ പര മൂലാധാര ചക്രത്തിൽ സ്ഥിതി ചെയ്യുന്നു. പശ്യന്തി മണിപ്പൂര ചക്രത്തിലും മധ്യമം അനാഹത ചക്രത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. വൈഖരി കണ്ഠത്തിൽ സ്ഥിതി ചെയ്യുന്ന വിശുദ്ധി ചക്രത്തിൽ സ്ഥിതി ചെയ്യുന്നു. നാം സംസാരിക്കുമ്പോൾ ശബ്ദം മൂലാധാരത്തിൽ സ്ഥിതി ചെയ്യുന്ന പരായിൽ നിന്നും തുടങ്ങി മണിപ്പൂര ചക്രത്തിൽ പശ്യന്തിയായി, അനാഹത ചക്രത്തിൽ മധ്യമമായി, വിശുദ്ധി ചക്രത്തിൽ വൈഖരിയായി നമ്മുടെ കണ്ഠത്തിൽ കൂടി പുറത്തേക്ക് വരുന്നു. സകൃത് ന ത്വാം നത്വാ കഥം ഇവ സതാം. ശബ്ദത്തിന്റെ അല്ലെങ്കിൽ വാക്കിന്റെ ദേവിയായ അമ്മേ, സതാം നല്ലവരായ ജനങ്ങൾക്ക്, ത്വം അമ്മയുടെ മുൻപിൽ, സകൃത് ന നത്വാ ഒറ്റ പ്രാവശ്യം പ്രണമിച്ചാൽ മാത്രം മതി, കഥം ഇവ ഇങ്ങനെ ആയിത്തീരാൻ കഴിയുന്നു. എങ്ങനെയാണെന്നുള്ളത് അടുത്ത വരിയിൽ പറഞ്ഞിരിക്കുന്നു. മധു ക്ഷീര ദ്രാക്ഷ മധുരിം ധുരീണാഹ ഫണിതയഃ. മധു അതായത് തേൻ, ക്ഷീരം പാല്, ദ്രാക്ഷ മുന്തിരിങ്ങ. തേൻ, പാല്, മുന്തിരിങ്ങ എന്നിവ ചേർത്ത ഒരു മിശ്രിതത്തിന്റെ മധുരം എത്രയാണോ, ധുരീണാഹ അതിനേക്കാൾ കൂടുതൽ മധുരമുള്ളതായി തീരുന്നു അവരുടെ ഫണിതയഃ വാക്കുകൾ. അതായത് വാഗ്ദേവിയായ അമ്മയുടെ മുൻപിൽ നല്ലവരായ ആളുകൾ ഒറ്റ പ്രാവശ്യം നമിക്കേണ്ട കാര്യം മാത്രമേയുള്ളൂ. അവരുടെ നാവിൽ നിന്നും വരുന്ന വാക്കുകൾ പാൽ, തേൻ, മുന്തിരിങ്ങ എന്നിവ മൂന്നും ചേർത്ത മിശ്രിതത്തിനേക്കാൾ മധുരതരമായി തീരുവാൻ. അത്രമാത്രം മാഹാത്മ്യമാണ് അമ്മയുടെ മുൻപിലുള്ള പ്രണാമത്തിന്. ഈ ശ്ലോകത്തിന്റെ യന്ത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിന്റെ ബീജാക്ഷരം സം എന്നതാണ്. 6 പ്രാവശ്യം സം എന്ന് എഴുതുകയോ വായിക്കുകയോ ചെയ്യാം. അശ്വതി നക്ഷത്രത്തിലുള്ളവർ ഈ ശ്ലോകം ചൊല്ലുന്നത് വളരെ നല്ലതാണ്. ഈ ശ്ലോകം ചൊല്ലുമ്പോൾ അമ്മയ്ക്ക് വെളുത്ത പുഷ്പങ്ങൾ സമർപ്പിക്കാവുന്നതാണ്. നിവേദ്യമായി പാൽ, തേൻ, മുന്തിരിങ്ങ എന്നിവ അമ്മയ്ക്ക് സമർപ്പിക്കാവുന്നതാണ്. ഓർമ്മക്കുറവുള്ള കുഞ്ഞുങ്ങൾ ഈ ശ്ലോകം ചൊല്ലുന്നത് അവരുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുവാൻ വളരെയധികം സഹായിക്കുന്നതാണ്. സരസ്വതി ദേവിയെക്കുറിച്ചുള്ള വർണ്ണനയായതിനാൽ സംസാരശേഷി ഇല്ലാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഈ ശ്ലോകം ചൊല്ലുന്നത് വളരെയധികം പ്രയോജനകരമാണ്. അമ്മയുടെ പൂർണ്ണചന്ദ്രനെ പോലെ ശോഭിക്കുന്ന മുഖം ധ്യാനിച്ച് ഈ ശ്ലോകം ചൊല്ലിയാൽ അമ്മയുടെ അനുഗ്രഹം ഉറപ്പായും ലഭിക്കുന്നതാണ്. പൂർണ്ണചന്ദ്രനെ പോലെ ശോഭയുള്ള മുഖത്തോടുകൂടി 2 കൈകളിൽ അഭയവരദ മുദ്രയോടുകൂടി മറ്റു 2 കൈകളിൽ അക്ഷമാലയും പുസ്തകവും ധരിച്ച് വാണരുളുന്ന അമ്മയെ ഒറ്റ പ്രാവശ്യം നമിക്കുന്ന പുണ്യാത്മാക്കളായ മനുഷ്യരുടെ നാവിൽ നിന്നും വരുന്ന വാക്കുകൾ എങ്ങനെയാണ് പാല്, തേൻ, മുന്തിരിങ്ങ എന്നിവ ചേർത്ത മിശ്രിതത്തിനേക്കാളും മധുരതരമായി തീരാത്തത്? ശരജ്യോത്സ്നാശുദ്ധാം ശശിയുത ജടാജൂട്ടമകുടാം വരത്രാസത്രാണസ്ഫടികഘടികാ പുസ്തകകരാം സകൃന്നത്വാ നത്വാ കഥമിവ സതാം സന്നിദധതേ
मधुक्षीरद्राक्षा मधुरिमधुरीणाः फणितयः। श्रीजगदम्बार्पणमस्तु।